ഹലോ, നമുക്കിന്ന് ഓണം സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിനായിട്ട് ഒരു ചെറിയ ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി എണ്ണ വേണമെന്നില്ല കേട്ടോ, ഏത് പാത്രത്തിലും ഉണ്ടാക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സൗകര്യമായിരിക്കും, അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വേണ്ട കഷ്ണങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ചേന, കായ, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, ബീൻസ്, ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ. അപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് വെളിച്ചെണ്ണ, മെയിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ നല്ലോണം ആഡ് ചെയ്യണം അവിയലിൽ. ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ശരിക്കും നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അവിയലിൻ്റെ എല്ലാ കഷ്ണങ്ങളും കൂടി ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ വേപ്പിലയും കൂടി ഇടണം കേട്ടോ. ഈ സമയത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോൾ വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം. എന്നിട്ട് ചെറിയ തീയിൽ അതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഉരുളിയിലൊക്കെ വെക്കുമ്പോൾ അടുക്കി പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവാം. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എല്ലാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ആഡ് ചെയ്യുന്ന പച്ചക്കറികളിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഇറങ്ങി വന്നോളും. അപ്പം ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അതിന് ശേഷം ഞാനൊരു വാഴയില വെച്ച് മൂടുന്നുണ്ട്. വാഴയില വെച്ച് മൂടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാഴയിലയുടെ നല്ലൊരു സ്മെല്ലും കൂടി നമ്മുടെ അവിയലിലേക്ക് ഇറങ്ങും കേട്ടോ. ഒരു നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ അവിയലിനെ കൊണ്ടുവരിക. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. ഇനി അതവിടെ വേവട്ടെ കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം 1/2 ഗ്ലാസ് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, പിടിക്കുന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടിയുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മുഴുവൻ നാളികേരം ചെരുകിയതാണ് യൂസ് ചെയ്യുന്നത് ഇത്രയും അവിയലിന് വേണ്ടിയിട്ട്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 അല്ലി ഉള്ളിയും, അതുപോലെ തന്നെ എരിവുള്ള ഒരു 5 പച്ചമുളകും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ജീരകവും വേപ്പിലയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളായിരുന്നു തേങ്ങ ഒന്ന് കറക്കി എടുക്കുമ്പോൾ അതിനൊരു യെല്ലോയിഷ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അധികം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യരുത് കേട്ടോ. അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തൈര് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അധികമായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്തിട്ടുള്ള തേങ്ങ മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടോ. ഇനി വരുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മുടെ അവിയലിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുന്ന സാധനം, വെളിച്ചെണ്ണ. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലോണം വേപ്പില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ വാഴയില കൊണ്ട് തന്നെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിയൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അടിപൊളിയായി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര രുചിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം M4 Foodie.